ഹോം ലോൺ, ഗോൾഡ് ലോൺ, കാർ ലോൺ, വെഡിങ് ലോൺ, ഇതൊക്കെ കൂടി എപ്പാട് തീർക്കാനാണ്? ഇതാണപ്പോ വലിയ പ്രശ്നം. ഒരു പേഴ്സണൽ ലോൺ എടുക്കുക, അങ്ങോട്ട് അടച്ചു തീർക്കുക. ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നു അവിടെ. ഇത്രയും വില എന്റെ ഫോണൊന്നും വാങ്ങണ്ടില്ലായിരുന്നു. ഞാൻ EMI 2 ഹെഡ്സെറ്റ് കൂടി വാങ്ങാൻ ആലോചിക്കണം. അപ്പോഴാണ് ദരിദ്രി. ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ലാന്നേ. EMI ഇട്ടാല് നമ്മൾ പോലും അറിയാണ്ട് ഇതൊക്കെ അടഞ്ഞു തീർന്നോളും. നീ എന്തിനാ പുഷ്പു ടെൻഷൻ അടിക്കുന്നേ? ഈ കാർഡിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഈ കാർഡിൽ ഇട്ടാ പോരെ. എന്റെ പൊന്നേട്ടെ, ക്രെഡിറ്റ് കാർഡൊക്കെ എന്തൊരു ഉപകാരാതെ. എന്റെ തന്നെ എത്ര ഉണ്ടെന്ന് അറിയോ? മഞ്ഞ, പച്ച, ചുവപ്പ്, ജമന്തി. ആ ജമന്തി കടന്നു കാട്ടി. ഞാൻ ഒരു 1/2 കിലോ ചാള മേടിക്കട്ടെ. ചേട്ടാ ഒരു 1/2 കിലോ ചാള. ചാളെ ചേട്ടാ പോലെ എടുത്തോ. EMI ഉണ്ടാവോ? അതെ, ഈ 6 കാർഡും കാലിയായിട്ടാ. ഇനിയിപ്പൊ ഈ മാസം എന്താ ചെയ്യാ? ഈ മാസം നിന്റെ കുറി പൈസ ഇട്ടാണ്ടല്ലോ, കിട്ടും. അതെടുത്ത് മറച്ചാ പോരെ. അതല്ലേ ഗോൾഡ് ലോണിക്ക് മറക്കാൻ പറഞ്ഞ താൻ. ആണല്ലേ? അതെ. എന്നൊരു കാര്യം ചെയ്യാം, നിന്റെ ഈ ബൈക്ക് എടുത്തിട്ട് പണം വെക്കാം, എന്നിട്ട് അതെടുത്ത് മറക്കാം. ജിത്തു, നീ എന്റെ ഈ കയ്യകലത്തുനിന്ന് മറിക്കൊല്ലെങ്കിൽ തന്നെ എടുത്ത് ഞാൻ മറിക്കും. ഈ കാർഡിന് ലോൺ എടുത്ത് ഈ കാർഡിന്റെ ബില്ല് അടയ്ക്കാം, ഈ കാർഡിന് ലോൺ എടുത്ത് ഇതിന്റെ ബില്ല് അടയ്ക്കാം, അപ്പുറത്തെ കാർഡിലെ കുറച്ച് സേവിങ്സ് ഇടണം. ഈ 2 കാർഡ് വെച്ച് ഈ മാസം തള്ളി നിൽക്കാം. എന്താ കാറിന്റെ അടുത്ത് തെറ്റി കാലിയായ ജീവിതം. എന്റെ അതേ അവസ്ഥ. എടാ, ഞാനൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിനെ പറ്റി അഭിപ്രായം തന്നെ. പുല്ലടി, അനുഭവത്തിന്റെ വെളിച്ചം കൊണ്ടും നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ, നാശത്തിലേക്ക് നിന്റെ പോക്ക്. കുറെ ബാങ്കുകാരും കാർഡും കൂടി എന്റെ ജീവിതം ഇങ്ങനെ മാറ്റി. ജിത്തു ഏട്ടാ, നമ്മുടെ മിക്സി കേടായിട്ടോ. ആ ക്രെഡിറ്റ് പച്ച കാർഡ് എടുക്കും മോളെ. EMI നമുക്ക് ഒലത്താ.